ശിരൂർ കുന്നിൽ മണ്ണിടിഞ്ഞ് കാണാതായ അർജുന്റെ ലോറിയുടെ GPS അപകടം നടന്ന ഏകദേശം പരമാവധി 19 മിനിറ്റ് വരെ മാത്രമാണ് പ്രവർത്തിച്ചതെന്ന റിപ്പോർട്ട്. അപകടം നടന്ന 2 ദിവസം കഴിഞ്ഞും GPS പ്രവർത്തിച്ചുവെന്നും എഞ്ചിൻ ഓൺ ആയി എന്നുമുള്ള വാദം തെറ്റാണെന്ന് ഇതോടെ വ്യക്തമായി. ലോറി മണ്ണിടിച്ചിൽപ്പെട്ട് അപകടം സംഭവിച്ചതിന് 2 ദിവസം കഴിഞ്ഞും ലോറിയുടെ എഞ്ചിൻ ഓണായി എന്ന രീതിയിൽ വന്ന വാർത്തകൾ തെറ്റാണെന്ന് അധികൃതർ വ്യക്തമാക്കി. GPS ലൊക്കേഷൻ അവസാനമായി പ്രവർത്തിച്ചത് ജൂലൈ 16 രാവിലെ 8:49. 8:30 മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഇന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. ഈ സമയത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകാം. എങ്കിലും ഇതുപ്രകാരം മണ്ണിടിച്ചിൽ ഉണ്ടായ ഏകദേശം 19 മിനിറ്റുകൾക്കകം ലോറിയുടെ GPS പ്രവർത്തനരഹിതമായി. അർജുന്റെ ലോറിയുടെ ലൊക്കേഷൻ അവസാനമായി GPS കാണിക്കുന്നത് ശിരൂരിൽ തന്നെയാണെന്നും റിപ്പോർട്ടിലുണ്ട്. അന്വേഷണം 10ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചു. ലോറി പുറത്തെടുക്കുന്നതിനല്ല, അർജുനെ കണ്ടെത്തുന്നതിനാണ് പ്രഥമ പരിഗണനയെന്ന് സൈന്യം വ്യക്തമാക്കി. ഡ്രൈവർമാരെ ഇറക്കി ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്ന് പരിശോധിക്കും. മുങ്ങൽ വിദഗ്ധർ പുഴയിൽ ഇറങ്ങി പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തുടർന്ന് ലോറി പുറത്തെടുക്കാനുള്ള ശ്രമം ആരംഭിക്കും. സ്കൂബ ഡ്രൈവേഴ്സ് താഴേക്കിറങ്ങി ട്രക്കിന്മേൽ കൊളുത്തിട്ട് ഉറപ്പിച്ച് മുകളിലെത്തിക്കാനാണ് ശ്രമം. ഉത്തര കന്നഡയിൽ ഈ മാസം ഇന്നലെ വരെ ലഭിച്ചത് 85% മഴയാണ്. അങ്കോലിയിൽ ഉണ്ടായത് 20 വർഷത്തിനിടെ ഏറ്റവും കനത്ത മഴയാണ്. കനത്ത മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുണ്ടായതാണ് മണ്ണിടിച്ചിലിന് കാരണമായത്. മണ്ണിടിച്ചിൽ 3 ഗ്യാസ് ടാങ്കറുകളും അർജുന്റെ ട്രക്കും ഒഴുകിപ്പോയി. അപകടമുണ്ടായ ജൂലൈ 16 വൈകുന്നേരം 4 മൃതദേഹങ്ങൾ കണ്ടെത്തി. കാണാതായ 10ൽ 8 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ഒരാളുടെ മൃതദേഹം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. രക്ഷാപ്രവർത്തനം നടത്തുന്നത് 171 അംഗ സംഘമാണ്. കാണാതായവരെ കണ്ടെത്താൻ ഗംഗാവലി നദിയിൽ കോസ്റ്റ് ഗാർഡ് പരിശോധനയും നടത്തുന്നുണ്ട്. മോശം കാലാവസ്ഥയിലും തിരച്ചിൽ തുടരുന്നുവെന്ന് കർണാടക സർക്കാർ വ്യക്തമാക്കി. അർജുന്റെ ലോറി തലകീഴായി മറിഞ്ഞ നിലയിലാണെന്ന് ഉത്തര കന്നഡ SP നാരായണ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി.